സ്നേഹം നിറഞ്ഞ വികാരിയച്ച, PTA പ്രസിഡന്റ്, നവാഗതരായ കുട്ടികളെ, പ്രിയമുള്ള അധ്യാപകരെ, സർവോപരി ഇടവക രക്ഷകർത്താക്കളെ, പുതിയൊരു മതാധ്യയന വർഷം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ബൈബിളിൽ അറിയാം, കർത്താവിനെ കുറിച്ചുള്ള അറിവ് ജ്ഞാനത്തിൻ്റെ ആരംഭമത്ര. ഈശോയെക്കുറിച്ച് അറിയുക, ഈശോയെക്കുറിച്ച് അറിയിക്കുക, ഈശോയിൽ വളർന്നു വരിക, അതാണ് ഏത് ജീവിത പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ഇന്നത്തെ ഒറ്റമൂലി. ആകയാൽ നമ്മൾ നമ്മുടെ മക്കളെ ആ ജ്ഞാനത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധരാണ്. അതാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്പത്ത്. അത് കൈമാറുന്ന പുണ്യ വേദിയാണ് മതബോധനം. ഈ മതബോധന മേഖലയിലേക്ക് ഇതുമായി പ്രവർത്തിക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് വേദപാഠത്തിലേക്ക്, ആത്മീയതയിലേക്ക്, ദൈവിക ചിന്തയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അതിന് നമുക്ക് ദൈവം തന്ന് കനിഞ്ഞനുഗ്രഹിച്ചു തന്ന ദാനമാണ്, നമ്മുടെ ശക്തി സ്രോതസ്സാണ് നമ്മുടെ വികാരിയച്ഛൻ. അച്ഛനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് എല്ലാ സ്റ്റെപ്പുകളും എടുക്കാൻ സാധിക്കുന്നത്. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങളിൽ ആത്മീയ നന്മകൾ നോക്കി ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദപാഠ കുട്ടികളിലേക്ക്, ഞങ്ങളുടെ ഇടവകയിലേക്ക് ഈ അധ്യയന വർഷത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ സാദരം അച്ഛനെ ക്ഷണിച്ചുകൊണ്ട്, തുടർന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ കൈക്കാരനായിരിക്കുന്ന, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ PTA പ്രസിഡന്റായ ജെയിംസ് ചേട്ടനാണ്. കുഞ്ഞുനാൾ മുതൽ അറിയുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. ഇന്ന് അദ്ദേഹം വളർന്നു വന്ന് സഭയ്ക്കും സമൂഹത്തിനൊക്കെ ഏറ്റവും ഉപകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ, ഇടവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ ജെയിംസ് ചേട്ടൻ സദാ മുന്നിലാണ്, സന്തോഷവാനുമാണ്. എന്ത് കാര്യം പറഞ്ഞാലും ചെയ്തു തരാൻ ആൾ വളരെ സന്തോഷവാനാണ്, പ്രത്യേകിച്ച് കാറ്റഗിസത്തിൻ്റെ കാര്യത്തിൽ. ജെയിംസ് ചേട്ടാ, ഈ ഇടവകയുടെ പേരിൽ, നമ്മുടെ കുഞ്ഞു മക്കളുടെ പേരിൽ, ഇവിടുത്തെ എല്ലാ രക്ഷിതാക്കളുടെ പേരിൽ ജെയിംസ് ചേട്ടനും ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹാർദമായ സ്വാഗതം ആശംസിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ എന്തിനു വേണ്ടി സംരംഭം ആരംഭിച്ചിരിക്കുന്നു? മതബോധനം. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഈ ഇടവകയുടെ സംവിധാനങ്ങളും കാറ്റഗിസ്റ്റും വൈദികനും അധ്യാപകരും രക്ഷിതാക്കളും PTA പ്രസിഡന്റും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ഈ വേദപാഠ സംരംഭത്തിലേക്ക് നല്ല മനസ്സോടെ ഈശോയെ പ്രതി അറിയാനും അനുഭവിക്കുവാനും വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ അധ്യയന വർഷത്തിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് ഇവിടെ സ്വാഗതം പറയുന്നത് നവാഗതരായ കുട്ടികളുണ്ട്. പ്രിയമുള്ള മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചാണ് രൂപത പോലും കാറ്റഗിസം ഈ വർഷം ആരംഭിച്ചിരിക്കുന്നത്. ക്രിസ്തു ദർശനം മാതാപിതാക്കളിലുണ്ട്. ആകയാൽ മാതാപിതാക്കന്മാരെ ഞാൻ അവരെ വിളിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠ അധ്യാപകരെ, നിങ്ങളെ ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാൻ ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്കും ഞാൻ നേരുന്നു. എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ അധ്യാപകരെ, നിങ്ങളാണ് ഈ മത അധ്യയനത്തിൻ്റെ ചാലക ശക്തികൾ. ഒത്തിരി നല്ല മനസ്സോടുകൂടി നിങ്ങളുടെ ഏറ്റവും വിലയേറിയ സമയം ഈ ഇടവകയിലെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അനുഗ്രഹ സമ്പന്നമായിരിക്കും. നിങ്ങൾ ആ നല്ല മനസ്സുമായി വന്നിരിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തിലേക്ക് നിങ്ങളെ പ്രത്യേകമായി വികാരിയച്ഛൻ്റെ പേരിൽ, ഇടവജനങ്ങളുടെ പേരിൽ ഹാർദമായ സ്വാഗതം നിങ്ങൾക്ക് ഞാൻ നേർന്നു.
ഈശ്വമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, മതബോധനം 2021-2022 അധ്യയന വർഷം സെൻറ് ജോസഫ്സ് മുരിക്കിങ്ങൽ ഇടവകയിൽ ഇന്ന് പ്രവേശനോത്സവമായി ആരംഭിക്കുകയാണ്. ഈശോയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും ഈശോയുടെ കൈപിടിച്ച് നടക്കുവാനുമായുള്ള ഈ ഒരു കാലഘട്ടം വിശ്വസ്തയോടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയുടെ കൂടെ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ആദ്യമേ തന്നെ സ്വാഗതം അരുളിയ ഷാജൻ മാസ്റ്ററെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ക്രമം ഇപ്രകാരമായിരിക്കും. ആദ്യമേ തന്നെ പ്രവേശനോത്സവം നിലവിളക്ക് തിരിതെളിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കും. അതിനുശേഷം കുട്ടികളെ കാറ്റഗിസം HM പരിചയപ്പെടുത്തുന്നു. കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഈ വർഷം ആദ്യമായിട്ട് ഈശോ പഠിക്കാനായിട്ട് വരുന്ന മക്കളെ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം അധ്യാപകർ 3 പേര് നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഓരോ ക്ലാസ്സിലും എടുക്കുന്ന അധ്യാപകരെയും പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം കുട്ടികൾക്കുള്ള സമ്മാനം, ആദ്യമായി മതബോധന പഠിക്കുവാനായിട്ട് കടന്നു വരുന്ന മക്കൾക്കുള്ള സമ്മാനം വെച്ചിരിക്കുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ ഇടയിൽ തന്നെ പ്രസംഗത്തിന് ശേഷം തിരികൾ തെളിച്ചുകൊണ്ട് മതാധ്യാപകര് പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഈ മക്കളെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളർത്തുവാനായിട്ട്. അതിനുശേഷം വിശുദ്ധ കുർബാന തുടരുന്നു. നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടുകൂടി പങ്കുചേരാം. ആദ്യമേ തന്നെ തിരിതെളിക്കലിലേക്ക് നമുക്ക് കടക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കുഞ്ഞുമക്കളെല്ലാവരും അവർക്ക് തെളിക്കുവാനായിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്ന തിരികളെടുത്തായിരിക്കുക. മാതാപിതാക്കളും ഒരു തിരി തെളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ള തിരികൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് തെളിക്കുവാനായിട്ട് തയ്യാറായിരിക്കുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുസ്മരിക്കാം. ലോകത്തിൻ്റെ പ്രകാശമാകുവാനായിട്ട് നമ്മെ ക്ഷണിച്ച നല്ല തമ്പുരാനെ നമുക്ക് ഓർക്കാം. ഈ അധ്യയന വർഷം നമ്മൾ തിരിതെളിച്ചുകൊണ്ട് ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരിതെളിക്കലിലേക്ക് നമുക്ക് കടക്കാം. പ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം മുഴുക്കുന്ന കാരുണ്യമേ, നിത്യപ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം മുഴുക്കുന്ന കാരുണ്യമേ, നമ്മൾക്ക് നവാഗതരായ കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവരെ നമുക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യാം. പ്രത്യേകമായിട്ട് 1ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളാണ്. ജോണൽ മരിയ ജെയ്സൺ മൂലൻ, ഏഞ്ചൽ മരിയ ബിനോയ് താക്കോൽക്കാരൻ, ജെറമിയ ജോൺസൺ കണ്ണൂക്കാടൻ, അനുഗ്രഹ ബിനീഷ് വടക്കേമുറി, ബിയോൺ അന്റോണിയ ബേബി കണ്ണമ്പടത്തി, ശ്രേയ മരിയ സിജോ ചേർ എന്നീ കുട്ടികളാണ് ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് 1ാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് ഇടവക പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുന്നു. 12 വർഷവും മുടങ്ങാതെ വേദപാഠ രംഗത്ത് ശോഭിക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാക്കളുടെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അതിനുണ്ടായിരിക്കും. ഈ വർഷം ആദ്യമായി മതബോധനം ആരംഭിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ തമ്പുരാനെ നമുക്ക് സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, അങ്ങ് സകല വിജ്ഞാനങ്ങളുടെയും ഉറവിടമാകുന്നുവല്ലോ. ജ്ഞാനം തന്നെയായ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ വത്സല മക്കളെ കരുണാപൂർവം കടാക്ഷിക്കണമേ. മതബോധന വിദ്യാലയ വർഷാരംഭ ദിനമായി ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്കും ഇവരുടെ അധ്യാപകർക്കും ഇവരുടെ രക്ഷാകർത്താക്കൾക്കും മതബോധന പ്രവർത്തകർക്കും വേണ്ടി അർപ്പിക്കുന്ന ഈ ബലിയിൽ അങ്ങ് പ്രസാദിക്കണമേ. പ്രത്യേകമായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളെ പ്രകാശിപ്പിക്കുകയും വിജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്യണമേ. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ വർഷം മതബോധനം ആരംഭിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് കൊടുക്കുവാനുള്ള ചെറിയൊരു സമ്മാനം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് വെഞ്ചിരിപ്പാണ് നടക്കുക. പ്രത്യേകമായി ഭക്തിയോട് കൂടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്നേഹിതാവായ നല്ല തമ്പുരാനെ, കുഞ്ഞുമക്കൾ ഈശോയെക്കുറിച്ച് അറിയുവാനും വിജ്ഞാനം സമ്പാദിക്കുവാനുമായി മതബോധന അധ്യയന വർഷം ആരംഭിച്ച് കടന്നു വരുമ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും അങ്ങ് കൂട്ടായിരിക്കണമേ. അങ്ങയെക്കുറിച്ചുള്ള അറിവിനാൽ അവരെ നിറയ്ക്കണമേ. പ്രത്യേകമായി ഇന്ന് മതബോധന വിദ്യാരംഭം നടത്തുന്ന ഈ കുഞ്ഞുമക്കൾക്ക് നൽകാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ സമ്മാനങ്ങൾ അനുഗ്രഹിക്കണമേ. അതിലുള്ള സ്ലേറ്റിലൂടെ എഴുതി ഈശോയുടെ നാമം എഴുതിക്കൊണ്ട് അറിവിന് തുടക്കമിടുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകി ഈ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ സമ്മാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്തസിദ്ധി. പ്രിയമുള്ള ഇടവക ജനമേ, നമ്മുടെ മക്കൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നവാഗതരായി 3 പേര് നമ്മുടെ മതബോധന മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജസ്ലിൻ ജോണി കാച്ചപ്പള്ളി, സീന ചാക്കോ കാഞ്ഞിലക്കാടൻ, ക്രിസ്റ്റീന ബാബു മംഗലത്തുപറമ്പ്. ഈ വേദപാഠ രംഗത്തേക്ക് വന്ന ഈ 3 പേർക്കും അധ്യാപക സമൂഹത്തിൻ്റെ പേരിൽ, ഇടവകയുടെ പേരിൽ, നമ്മുടെ വികാരിയച്ഛൻ്റെ പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ജീവിതം ഈ അധ്യാപനത്തിലൂടെ കൂടുതൽ ധന്യമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് 12ാം ക്ലാസ്സിൽ ബിജു പടിഞ്ഞാറങ്കാരൻ, 11ൽ ഷാജൻ ചേനത്തുപറമ്പിൽ, 10ാം ക്ലാസ്സിൽ റിജി ബിജു പടിഞ്ഞാറങ്കാരൻ, 9ൽ ആൻ്റണി മൂലൻ, 8ാം ക്ലാസ്സിൽ ജിജി ടോമി പടിഞ്ഞാറങ്കാരൻ, 7ൽ റിൻസി ജോമൻ കുഴൂക്കാരൻ, 6ാം ക്ലാസ്സിൽ ഷൈനി ഫ്രാൻസിസ് പാറാശ്ശേരി, 5ൽ മിജി ജോസ് ആരോധ, 4ൽ നവിലി മാത്യു കണ്ണൂക്കാടൻ, 3ാം ക്ലാസ്സിൽ അലിയ തോമസ് പടിഞ്ഞാറങ്കാരൻ, 2ാം ക്ലാസ്സിൽ ഷൈനി ഷാജൻ ചേനത്തുപറമ്പിൽ, 1ൽ ഷാൻഡി ചാക്കോ മൂലൻ. പിന്നെ നമ്മൾ സഹായിക്കാനുള്ള മറ്റ് അധ്യാപകരാണ് ജെറിൻ കോനിക്കര, നമ്മുടെ ജിനോ പറനിലം, ലിയ ഷിബി മൂലൻ. ഇങ്ങനെ നമ്മൾ മൊത്തം ഇപ്പോൾ 18 അധ്യാപകരാണുള്ളത്. ഈ 18 അധ്യാപകരെയും ഈ മതബോധന വർഷത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്ക് വികാരിയച്ഛൻ്റെ പേരിൽ, ഇടവകയുടെ പേരിൽ, ഈ വർഷത്തേക്ക് പ്രത്യേകിച്ച് എൻ്റെ പേരിലും ഞാൻ ഹാർദമായ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം, ഒന്നായി തീരാം. ഇടവകയ്ക്ക് വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഈ പറഞ്ഞു കേട്ട നമ്മുടെ മതാധ്യാപകരെ തമ്പുരാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ പ്രത്യേകമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഈശോയെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി, ഈ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കുമ്പോൾ വിശ്വസ്തയോടുകൂടെ ഈ കുഞ്ഞുമക്കളുടെ മുമ്പിൽ ആയിരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി അവർക്ക് മാതൃകയാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ മതാധ്യാപകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് മാത്രം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വിശുദ്ധിയോടെ ഭക്തിയോടെ ഈ കുഞ്ഞുമക്കളെയും മതബോധന പഠിക്കുന്ന എല്ലാവരും ജീവിത അവസാനം വരെ ഈശോയിൽ ആഴപ്പെട്ട് വിശ്വസ്തതയിൽ ദൃഢമായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവ്യബലിയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം.
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിന് ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടി അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും അനവധികം മനനാദാനം മഹിമക്കളവിൽ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങില്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും. സത്യസന്ധരുടെ വഴി തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരിരക്ഷിക്കുന്നു. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹന്ത അധപതനത്തിൻ്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകിയെന്ന് അറിയപ്പെടുന്നു. ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല. നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. സന്തോഷത്തോടെ എല്ലാ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രവാദത്തിനു അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുന്നതിനുള്ള അവകാശത്തിനു നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 13 മുതൽ 16 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മതാധ്യാപകരെ, രക്ഷിതാക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ മതബോധന വിദ്യാർത്ഥികളെ, നവാഗതരായ കുഞ്ഞുമക്കളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം മതബോധനത്തിൻ്റെ ആരംഭം, പ്രവേശനോത്സവം എന്നാണ് പറയുക. അത് വലിയൊരു ഉത്സവമായി വിദ്യാരംഭം നടത്തുക. പ്രത്യേകമായി മതബോധനത്തെക്കുറിച്ച് അടിവരയിട്ട് പറയാവുന്നൊരു കാര്യം, മതബോധനത്തിലുള്ള വിജ്ഞാനം അത് എൻ്റെ ഈശോയെക്കുറിച്ചുള്ളതാണ്. ഈശോയെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അതിന് മാത്രം നമ്മുടെ ഉള്ളിൽ ഈശോയെ നിറയ്ക്കേണ്ട ഒരു അവസരമാണ് ഈ മതബോധന വർഷം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർഷത്തെ മതബോധന വർഷത്തിൻ്റെ ആപ്തവാക്യം ഗുരുദർശനം മാതാപിതാക്കന്മാരിലൂടെ. നമുക്കതിനെങ്ങനെയും പറയാം, ക്രിസ്തു ദർശനം മാതാപിതാക്കളിലൂടെ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ പ്രാവശ്യം എന്താണ് മാതാപിതാക്കളിലൂടെ എന്നതിന് തിരഞ്ഞെടുക്കുവാനുള്ളൊരു കാരണം. അത് മറ്റൊന്നുമല്ല, ഈ കൊറോണയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ മക്കളെല്ലാവരും ഭവനങ്ങളിൽ തന്നെയാണ്, വീടുകളിൽ തന്നെ ആയിരിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ അവർക്ക് ഏറ്റവും വലിയ മാതൃകയാകേണ്ടത് അത് മറ്റാരുമല്ല, മാതാപിതാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് മതബോധനത്തിൻ്റെ ഈ വർഷത്തെ ആപ്തവാക്യം ഗുരുദർശനം മാതാപിതാക്കന്മാരിലൂടെ എന്നുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങൾ അത് നമ്മുടെ അപ്പൻ്റെയിൽ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നോ ഒക്കെ കിട്ടിയതാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒന്ന് രൂപസാദൃശ്യങ്ങൾ, നമുക്ക് എല്ലാവർക്കും അപ്പൻ്റെ അമ്മയുടെ സാദൃശ്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് മൊട്ടത്തല കിട്ടിയിട്ടുണ്ട്. എൻ്റെ നടപ്പ് കാണുമ്പോൾ പറയാറുണ്ട് അപ്പൻ്റെ പോലെ ഉണ്ടെന്ന് പറയും. എൻ്റെ സ്പീഡ് കാണുമ്പോൾ പറയാറുണ്ട് അത് അപ്പനിൽ നിന്ന് കിട്ടിയതാണ്. മുഖച്ചായി കാണുമ്പോൾ പറയും അമ്മച്ചിയുടെ ആണെന്ന് പറയും, അമ്മയുടെ വീട്ടുകാരാണെന്ന് പറയും. ഇങ്ങനെ പലതും നമ്മൾ ഒരാളെ കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. എന്നാൽ അപ്പൻ്റെയും അമ്മയുടെയും രൂപസാദൃശ്യങ്ങളും ഛായകളും മാത്രമല്ല, അവരിൽ വിളങ്ങിയിരിക്കുന്ന ഒരുപാട് പുണ്യങ്ങളും കൂടി നമുക്ക് കിട്ടാനുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കി, അപ്പനെയും അമ്മയെയും കുറിച്ച് പ്രതിപാദിക്കാത്ത വിശുദ്ധരില്ല. കാരണം അവരെപ്പോഴും പറയും തങ്ങളുടെ ജീവിത വിശുദ്ധിക്ക് കാരണം, വിശുദ്ധമായ ജീവിതചര്യകൾക്ക് കാരണം അപ്പനും അമ്മയുമാണെന്ന്. ഇളം പ്രായത്തിലെ അപ്പനും അമ്മയും ഒക്കെ പകർന്നു കൊടുത്ത സുഹൃതങ്ങളും പുണ്യങ്ങളുമാണ് വലുതായി വരുമ്പോൾ അവർക്കുള്ള വിശുദ്ധിയുടെ കൈത്താങ്ങാകുന്നത്, തണൽ മരങ്ങളാകുന്നത്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് പഴയ നിയമത്തിൽ സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, സ്വർണം സമ്പാദിക്കുന്നതിനേക്കാൾ മെച്ചമാകുന്നു വിജ്ഞാനം സമ്പാദിക്കുന്നതെന്ന്. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, പൂർണ്ണമായ ജ്ഞാനത്തിലൂടെയും വിവേചനത്തിലൂടെയും നിങ്ങൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തെക്കുറിച്ചുള്ള
അറിവ് കൊണ്ട് നിറയണമെന്ന്. സ്നേഹമുള്ളവരെ, ദൈവഹിതത്തെക്കുറിച്ചുള്ള അറിവ് നേടുവാനായിട്ടാണ് മതബോധനം പഠിക്കാനായിട്ട് നമ്മളെല്ലാവരും ആയിരിക്കുക. അതുപോലെ തന്നെ ഈശോയെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ വിലയേറിയത് മറ്റൊന്നുമില്ല എന്ന് സുഭാഷിതന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സ്വർണത്തെക്കാളും വിലപ്പെട്ടതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഈശോയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങി വരുമ്പോൾ സത്യസന്ധമായി തമ്പുരാന്റെ മുമ്പിൽ ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകമായി നമ്മളെ ഒരുക്കി കൊണ്ടുവരുന്ന നമ്മുടെ മാതാപിതാക്കളെ തമ്പുരാന് സമർപ്പിക്കാം. തങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം, ഒരാഴ്ചയിലെ ഞായറാഴ്ചയാണ് എല്ലാവർക്കും ഒഴിവുള്ള ദിവസം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിലപ്പെട്ട സമയങ്ങൾ പോലും ഈശോയുടെ മക്കൾക്ക് വേണ്ടി ഈശോയെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്ന മത അധ്യാപകരെ തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഗുണങ്ങൾ ലഭിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഈ വർഷത്തെ ആപ്തവാക്യം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങളിൽ നിന്ന് ഗുണങ്ങളും നിങ്ങളുടെ സത് സ്വഭാവവും പഠിച്ച് നിങ്ങളുടെ മാതൃക കണ്ട് വളരുവാനായിട്ട് ഈ വർഷം കുഞ്ഞുമക്കൾ പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മറ്റൊരു ക്രിസ്തുവാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഉള്ള വലിയൊരു ചിന്തയാണ്. ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വിശുദ്ധിയുടെ മാതൃകയായി തീരുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് അച്ഛൻ ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടെ ആശംസിക്കുന്നു. ഈ മതബോധന വർഷം ഈശോയെ മാതാപിതാക്കന്മാരിലൂടെ കണ്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായിട്ട് ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടെ ഈശോയുടെ നാമത്തിൽ അച്ഛൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദൈവാനുഗ്രഹം എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അടുത്തതായി നമ്മുടെ മത അധ്യാപകര് ഈശോയുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഈ കുഞ്ഞുമക്കളെ ഓർത്ത് അവരെയും പ്രത്യേകിച്ച് ഈ മതാധ്യാപകരെ ഈശോയെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് തമ്പുരാനെ നന്ദി പറഞ്ഞുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ കത്തിച്ച തിരികൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. സർവശക്തന പിതാവുമായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഭൗതിക ശരീരമായ തിരുസഭയിൽ ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും വിശ്വാസ പരിശീലനത്തിനും ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിനുമായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസരെ അങ്ങേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിന് യോജിച്ച വിധം സഭാസമൂഹത്തിന് നന്മയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കുമായി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട കൃപാവരം അങ്ങയുടെ ദാസർക്ക് നൽകണമേ. ഇടവക വികാരിയോട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സഭാമക്കൾക്ക് വിശ്വാസ പരിശീലനം നൽകി സഭാഗാത്രത്തെ പടുത്തുയർത്തുവാൻ ഇവരെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. പ്രതിജ്ഞ മതാധ്യാപകർ ഏറ്റുചൊല്ലുക. ഞാൻ, പേര് പറയുക, ഒരു മതാധ്യാപകൻ എന്ന നിലയിൽ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകജാതനായ ഈശോ മിശിഹായിലും സഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭ എൻ്റെ മാതാവും ഗുരുനാഥയുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുകയും സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയിലെ ഒരു മതാധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ദൗത്യത്തിലും നിയോഗത്തിലും ഞാൻ അഭിമാനിക്കുന്നു. ഉത്തമ കത്തോലിക്കൻ എന്ന നിലയിൽ ജീവിക്കാമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുണ്ടാക്കുന്ന ഒന്നിലും ഞാൻ ഇടപെടുകയില്ല എന്നും സമൂഹ മധ്യത്തിലും വിശിഷ്യ എൻ്റെ വിദ്യാർത്ഥികളുടെ മുൻപിലും ഒരു മാതൃകാ കത്തോലിക്കനായി ജീവിച്ചു കൊള്ളാമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദൈവിക ശുശ്രൂഷ വിനയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആശീർവാദ പ്രാർത്ഥനയാണ്. മതബോധനാധ്യാപകര് ശിരസ് നമിച്ച് പ്രാർത്ഥനാപൂർവമായിരിക്കുക. കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സഭയിൽ ശുശ്രൂഷകരായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ മതബോധന അധ്യാപകരെ അനുഗ്രഹിക്കണമേ.
അവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം വിശ്വസ്തതാപൂർവ്വം നിറവേറ്റുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകളും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സാഹചര്യങ്ങളിലും സഭയോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവരെ ശക്തരാക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി മതാധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയായുടെയും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ മാർ യൗസേപ്പ് പിതാവിൻ്റെയും പ്രാർത്ഥനാ സഹായം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, കാരുണ്യപൂർവ്വം ഈ സമൂഹത്തെ കടാക്ഷിക്കണമേ. മതബോധന വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വത്സരം ആരംഭിക്കുന്ന ഈ സന്ദർഭത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സമാധാനപരവും കർമ്മനിരതവുമായ ഈ മതബോധന വത്സരം പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹം നൽകുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ.
സർവരുമൊന്നായി പാടിടട്ടെ ആമേനാമേ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികമുള്ള അതിജാതനും യുവങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലായികവും സാവർത്തികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭീതിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു.
കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായി തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പുരുഷതരും അരൂപികളുമായ ക്രൊവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന് സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. നിയമത്തിന് അധീനരായൊരു തിരിക്കുവാൾ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ദിവ്യകാരുണ്യ രഹസ്യം തിരുസ്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായി റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായി മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപ്പതി അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലെ ദക്ഷിണ പിതാവുമായ മാർ പോളി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിന് വേണ്ടിയും ഇവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഏറ്റവും പ്രത്യേകമായി ഇന്ന് മതബോധന വർഷം ആരംഭിക്കുന്ന, അതിലൂടെ ഈശോയെ പഠിക്കുന്ന ഈ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും അവരെ പഠിപ്പിക്കുന്ന മതധ്യാപകർക്ക് വേണ്ടിയും അവരെ ഒരുക്കുന്ന അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇറപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കൃപ തൻ കൈകളിൽ അപ്പമെടുത്തവൻ ചൊല്ലി ചൊല്ലി മുറിയ ഞാൻ നിങ്ങൾക്കായി ചൊരിയ ചോര നിങ്ങൾക്കായി ഇതു ജീവന്റെ അപ്പം സ്വർഗീയമാമീ രഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്വങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവിങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവിങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവിങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവിങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവിങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങൾ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന
നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാവ് പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താൽ സ്തുതിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരെ നിന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായി, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ ആനന്ദദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതന നൽകി റൂഹാദാ
വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സുസ്തി. ഇന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. യേശുമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ മതബോധന വർഷ ആരംഭം വളരെ ഭംഗിയായി ഈശോയുടെ ഇഷ്ടപ്രകാരം നമ്മൾ നടത്തുകയായിരുന്നു. പ്രത്യേകമായി തമ്പുരാന്റെ മുമ്പിൽ നന്ദിയോട് കൂടി ആയിരിക്കാം. കൊറോണ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രൂപത തരത്തിലും അങ്ങനെ തന്നെയാണ്. 3 ചാനലുകളിലായിട്ട് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഏത് സമയമാണ് ഫ്രീ ടൈം ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് മതബോധനത്തിൻ്റെ ക്ലാസ്സുകളിൽ മുടങ്ങാതെ പങ്കുചേരണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. മതാധ്യാപകർ കുട്ടികളെക്കുറിച്ച് കൂടുതൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുക. അവരോരോ ക്ലാസ്സും പങ്കെടുത്തോ എന്ന് മതബോധന അധ്യാപകർ ചോദിച്ചറിയണമെന്നും ആ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കുട്ടികളുടെ ഭാഗത്തു നിന്ന് വാങ്ങിയെടുക്കണമെന്നും സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുന്നു. മതബോധനം പഠിക്കുന്നതിൽ നിന്ന്, ഈശോയെക്കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് ആരും പിന്നോട്ട് പോകരുത് എന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയെ കൈപിടിച്ച് നടക്കേണ്ട ആവശ്യകതയുള്ള കാലഘട്ടം കൂടിയാണ് ഇതെന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കാം. മാതാപിതാക്കളിലൂടെ ഈശോയെ നമുക്ക് കണ്ടെത്താം. മാതാപിതാക്കളെ മാതൃകയാക്കിയെടുക്കാം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഉത്തമ വിശുദ്ധ മാതൃകയുള്ള മാതാപിതാക്കളായി ജീവിക്കുവാനും പ്രത്യേകമായിട്ട് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരുപാട് ഈശോയുടെ അനുഗ്രഹങ്ങൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദിയോ